21 വയസ്സ് തികയുന്നതോടെ നിങ്ങളുടെ മക്കളുടെ US ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിക്കപ്പെടുമോ എന്ന ഭയത്തിലും ആശങ്കയിലുമാണോ നിങ്ങൾ? അമേരിക്കയിലുള്ള ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾക്ക് ആശ്വാസവും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശവും നൽകുന്ന നിർണായകമായ തീരുമാനങ്ങളാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS മുന്നോട്ട് വെക്കുന്നത്. ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് നിയമത്തിലെ ഏറ്റവും പുതിയ പോളിസി മാറ്റങ്ങളെക്കുറിച്ചും 21 വയസ്സ് തികയുന്ന മക്കളുടെ ഗ്രീൻ കാർഡ് സ്റ്റേറ്റസ് സുരക്ഷിതമാക്കാൻ പ്രവാസി മാതാപിതാക്കൾ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നോക്കാം. അമേരിക്കയിൽ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകൾക്കായി അതായത് EB1, EB2, EB3 വിഭാഗങ്ങളിൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് മക്കളുടെ ഏജിംഗ് ഔട്ട് പ്രതിസന്ധി. US ഇമിഗ്രേഷൻ നിയമപ്രകാരം പ്രധാന അപേക്ഷകന്റെ അഥവാ പ്രൈമറി ആപ്ലിക്കന്റിന്റെ ഡിപ്പെൻഡന്റായി ഗ്രീൻ കാർഡ് ലഭിക്കണമെങ്കിൽ കുട്ടികൾക്ക് 21 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരിക്കണം. എന്നാൽ ഇന്ത്യക്കാർക്കുള്ള ഗ്രീൻ കാർഡ് വെയിറ്റിംഗ് പീരീഡ് ദശാബ്ദങ്ങൾ നീളുന്നതിനാൽ അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാതാകുമ്പോഴും ഭൂരിഭാഗം കുട്ടികൾക്കും 21 വയസ്സ് തികയുകയും അവർ ഡിപ്പെൻഡന്റ് കാറ്റഗറിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഏജിംഗ് ഔട്ട് ആകുന്ന കുട്ടികൾക്ക് തങ്ങളുടെ ലീഗൽ സ്റ്റേറ്റസ് നിലനിർത്താൻ F1 സ്റ്റുഡന്റ് വിസയിലേക്കോ H1B വിസയിലേക്കോ മാറാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ അമേരിക്ക വിട്ടുപോകേണ്ടി വരുന്നു. ഈ വൻ പ്രതിസന്ധിയിൽ നിന്ന് കുട്ടികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകാൻ നിർമ്മിക്കപ്പെട്ട നിയമമാണ് ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA. ഒരു കുട്ടിയുടെ യഥാർത്ഥ ജീവശാസ്ത്രപരമായ പ്രായത്തിന് പകരം ഇമിഗ്രേഷൻ ആവശ്യങ്ങൾക്കായി ഒരു പ്രത്യേക CSPA ഏജ് കണക്കാക്കാൻ ഈ നിയമം അനുവദിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ കുട്ടിയുടെ യഥാർത്ഥ പ്രായത്തിൽ നിന്നും നിങ്ങളുടെ I-140 പെറ്റീഷൻ പ്രോസസ്സ് ചെയ്യാൻ USCIS എടുക്കുന്ന സമയം കുറച്ചാണ് CSPA പ്രായം നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വിസ ബുള്ളറ്റിൻ പ്രകാരം വിസ നമ്പർ ലഭ്യമാകുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ യഥാർത്ഥ പ്രായം 21 വയസ്സും 6 മാസവുമാണെന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ I-14 അപേക്ഷ അംഗീകരിക്കാൻ USCIS 8 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 8 മാസം കുട്ടിയുടെ നിലവിലെ പ്രായത്തിൽ നിന്ന് കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ CSPA പ്രായം 20 വയസ്സും 10 മാസവുമായി മാറും. ഇതിലൂടെ കുട്ടിക്ക് 21 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് നിയമപരമായി കണക്കാക്കുകയും ഗ്രീൻ കാർഡിന് അർഹത നേടുകയും ചെയ്യും. എന്നാൽ ഈ പോളിസിയിൽ USCIS വരുത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കൃത്യമായി തരംതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വിസ ബുള്ളറ്റിനിലെ ഏത് ചാർട്ട് അടിസ്ഥാനമാക്കിയാണ് CSPA ഏജ് ലോക്ക് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലെ സാങ്കേതിക തിരുത്തലുകളാണ്. വിസ ബുള്ളറ്റിനിലെ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ഫോർ ഫയലിംഗ് എന്നിങ്ങനെ 2 ചാർട്ടുകളുണ്ട്. USCIS പോളിസി അനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ I-485 അപേക്ഷ സമർപ്പിക്കാൻ ഡേറ്റ് ഫോർ ഫയലിംഗ് ചാർട്ട് അനുവദിക്കുമ്പോൾ കുട്ടിയുടെ പ്രായം അക്കാലയളവിൽ ലോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അന്തിമമായ വിസ നമ്പർ ലഭ്യമാകുന്ന ഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ അതീവ നിർണായകമാണ്. രണ്ടാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട സോട്ട് ടു അക്വയർ നിബന്ധനയാണ്. വിസ ബുള്ളറ്റിൻ പ്രകാരം നിങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് പ്രാബല്യത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ കുട്ടിക്ക് വേണ്ടി ഗ്രീൻ കാർഡിനായുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അതായത് ഫോം I-485 ഫയൽ ചെയ്യുകയും കോൺസുലാർ പ്രോസസിംഗ് വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ DS-260 സമർപ്പിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. നിശ്ചിത 1 വർഷത്തെ കാലയളവിനുള്ളിൽ മാതാപിതാക്കൾ ഈ നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ CSPA നൽകുന്ന സംരക്ഷണം പൂർണ്ണമായും റദ്ദാക്കപ്പെടും. പിന്നീട് കുട്ടിയുടെ പ്രായം 21 കഴിഞ്ഞതായി കണക്കാക്കുകയും അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ വിസ ലഭ്യമായി 1 വർഷത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയവർക്ക് ആശ്വാസം നൽകുന്ന ചില പ്രത്യേക ഇളവുകൾ പോളിസി ഗൈഡ് ലൈനിലുണ്ട്. അപേക്ഷകന്റെ നിയന്ത്രണത്തിലല്ലാത്ത അസാധാരണ സാഹചര്യങ്ങൾ അഥവാ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് കാരണമാണ് താമസം നേരിട്ടതെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ 1 വർഷത്തെ പരിധി കഴിഞ്ഞാലും CSPA സംരക്ഷണം അനുവദിക്കാൻ USCIS ഓഫീസർമാർക്ക് അധികാരമുണ്ട്. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ നേരിട്ട ഗുരുതരമായ മെഡിക്കൽ അത്യാഹിതങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ സഹായം നൽകിയ അറ്റോർണിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവുകൾ എന്നിവ തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തിയാൽ ഇളവുകൾ ലഭിക്കും. അമേരിക്കയിലുള്ള മലയാളി പ്രവാസികൾ തങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അടിയന്തരമായി കൈക്കൊള്ളേണ്ട ചില പ്രായോഗിക മുന്നൊരുക്കങ്ങളുണ്ട്. രണ്ടാമതായി, വിസ ഫയലിംഗ് തീയതികൾ പ്രഖ്യാപിച്ച ഉടൻ തന്നെ കുട്ടിയുടെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അഥവാ I-485 ഫോം സമർപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക നിയമപരമായ രേഖകൾ സജ്ജമാക്കി വെക്കുക. ഒരു കാരണവശാലും ഈ നടപടികൾ വൈകിപ്പിക്കരുത്. മൂന്നാമതായി, വളരെ സുപ്രധാനമായ ഒരു പ്ലാൻ B തരംതിരിക്കലാണ്. CSPA പ്രായം 21 വയസ്സിന് മുകളിലാകാൻ ചെറിയ സാധ്യതയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ F1 സ്റ്റുഡന്റ് വിസയിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഉറപ്പാക്കുക. കൂടാതെ വിസ സ്റ്റേറ്റസ് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പ് ഒഴിവാക്കാൻ O1, H1B അല്ലെങ്കിൽ മറ്റ് നോൺ ഇമിഗ്രന്റ് വിസ ഓപ്ഷനുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക.
ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിലെ ചെറിയൊരു അശ്രദ്ധ പോലും നിങ്ങളുടെ കുട്ടിയുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വലിയ തടസ്സമായി മാറിയേക്കാം. അതിനാൽ നിയമപരമായ ഓരോ സൂക്ഷ്മാംശങ്ങളും കൃത്യമായി മനസ്സിലാക്കി വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുക. ഔദ്യോഗിക വിവരങ്ങൾക്കായി USCIS.gov വെബ്സൈറ്റിലെ CSPA പോളിസി ഗൈഡ് ലൈൻ പരിശോധിക്കുക. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.